നമസ്കാരം. നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചി ഇഗ്നോയിൽ നിന്ന്. ഇന്നത്തെ സബ്ജക്റ്റ് BHIC 134 ചരിത്രമാണ്. അത് 1707 മുതൽ 1950 വരെയുള്ളതാണ് നമ്മൾ പരാമർശിക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് 1, ഇതിൽ നമ്മൾ നോക്കാൻ ഇന്ന് 2 യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് 1ഉം യൂണിറ്റ് 2 ഉണ്ട്. ഇതിൽ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 18ാം നൂറ്റാണ്ടിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് പോവുക. സോ ആ 18ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി, ഒരു സ്ഥിരതയില്ലായ്മയെ കുറിച്ചുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ സംവാദം മുഴുവനും 3 കാരണങ്ങളുണ്ട്. ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിന് ഒരു സ്ഥിരതയില്ലായ്മ. കാരണം ആദ്യത്തെ കാരണം ഒരു കമ്പനിയുടെ, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ചരിത്രമാണ്. ആ ചരിത്രം എങ്ങനെയാണ് കമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ ബിസിനസ് വന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ എൻറ്റിറ്റി ആയിട്ടുള്ളതിൻ്റെ കാരണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ കോളനി ആയിട്ടുള്ള ഒരു ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയാക്കി മാറ്റിയത്, അതിനുള്ള കാര്യകാരണങ്ങൾ. മൂന്നാമത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വിധത്തിലുള്ള സാമൂഹ്യമായിട്ടും എക്കണോമിക്കലുമായിട്ടുള്ള കാരണങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റുമാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 18ാം നൂറ്റാണ്ടിൽ ചില പ്രത്യേക തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ പരാമർശിക്കുന്നത് 18ാം നൂറ്റാണ്ടിൽ 2 തരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പാർസലൈസേഷൻ വരെ, അല്ലെങ്കിൽ വിഭജിച്ച് മുഗൾ രാജ്യത്തിനെ പല ഭാഗങ്ങളാക്കി റീജിയണൽ ആക്കിയിട്ടും സബ് റീജിയണൽ ആക്കിയിട്ടും ചെറിയ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ കാരണം, ഇതിന്റെ ഉൽപ്പത്തി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് ഡിസിൻറ്റിഗ്രേറ്റ് ആയിപ്പോയി, എന്തുകൊണ്ട് അത് കുറച്ചായിട്ട് വന്ന് അതിങ്ങനെ താഴ്ന്നു പോയി. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, 1720 ഈ മുഗൾ ഡൈനാസ്റ്റിന്റെ ഡിസിൻറ്റഗ്രേഷൻ വരുമ്പോഴത്തേക്കും അവിടെ റീജിയണലായിട്ട് ആ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണ് വരുന്നത്, അത് എന്ത് കാരണത്താൽ വന്നു, നേരിട്ട് വന്നതാണോ അല്ല ഏതെങ്കിലും അകത്തു നിന്നുള്ള സഹായങ്ങൾ കൊണ്ടുവരുന്നതാണോ? 1750 ഒരു പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് എന്ന് വെച്ചാൽ ഒരു അലൈൻമെന്റ് വരികയാണ്. എന്തുകൊണ്ടാണ് ഈ കമ്പനീന്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ കമ്പനീന്റെ അഭാവത്തിന് സഹായകരമായിരുന്നതെന്നും നമ്മൾ പരാമർശിക്കുന്നു. ഈ സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ പ്രോസസ്സിൽ 1820 ഇന്ത്യയിലുള്ള റീജിയൻസ് ഒക്കെ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ചെറിയ ഘടകങ്ങളായിട്ട് കിടക്കുകയാണ്. ഈ ചെറിയ ഘടകങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ സബ്സിഡി കൊടുത്തിട്ട് കമ്പനിക്ക് ഇരിക്കുന്ന സമയമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു റിലേഷൻഷിപ്പ് പരസ്പരം ഇന്ത്യൻ എക്കോണമിയും, അതായത് ഇന്ത്യയിലത്തെ സാമ്പത്തികവും ഗ്ലോബൽ ആയിട്ടുള്ള സാമ്പത്തികം തമ്മിലുള്ള ഒരു ലിങ്ക് എങ്ങനെ വരുന്നു അത് നമ്മൾ നോക്കുന്നു. കാരണം ഈ സമയത്ത് ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യന്റെ കൂടെയാണ് എല്ലാവിധമായ കമേഴ്സ്യലായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുള്ള എല്ലാ കപ്പലുകളും ഈ ഇന്ത്യൻ ഓഷ്യൻ മാർഗത്തിൽ വഴിയാണ് അറ്റ്ലാന്റിക്കും പസഫിക്കും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും ആ കാലഘട്ടത്തിൽ ഈ ഷിപ്പിൽ കൂടെയാണ് ഈ സഞ്ചാരം കൂടുതൽ നടന്നിരുന്നതും. അങ്ങനെ ഒരു വ്യവസായം അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെവലപ്മെന്റ് നടന്നു. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം. കാരണം ഷിപ്പ് വഴി കൊണ്ടുപോകുമ്പോൾ വോളിയം ആയിട്ട് ധാരാളം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ചാർജസും വളരെ കുറവായിരിക്കും. അന്നത്തെ കാലത്തൊന്നും ഫ്ലൈറ്റ് ഒന്നും അധികമൊന്നും ഇല്ല. മുഴുവനും കപ്പൽ മാർഗമാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരുന്നതും. അതുകൊണ്ട് അതിൽ അയക്കുമ്പോൾ സമയമെടുക്കും.
കപ്പൽ മുഖാന്തരം സാധനങ്ങൾ ഒരു പോർട്ടിൽ നിന്ന് അടുത്ത പോർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും സമയമെടുക്കും എങ്കിലും കൂടുതൽ വോളിയം കൂടുതലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് ബിസിനസിന്റെ സാധനങ്ങൾ വാങ്ങണ ഇമ്പോർട്ട് ആയാലും ശരി എക്സ്പോർട്ട് ആയാലും ശരി കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ ഓഷനിലും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇതിന്റെ ഡിബേറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ പരാമർശം നമ്മൾ പറഞ്ഞിരുന്നു മുഗൾ എംപയർ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ സാമ്പത്തികപരമായും എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്, ഇന്ത്യയുമായിട്ട് ബിസിനസ് ചെയ്യണം എന്ന് യൂറോപ്യൻ കൺട്രീസിന് തോന്നാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ട്രഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ, മാർക്സിസ്റ്റ് വ്യൂ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഈവിൾനെസ് അല്ലെങ്കിൽ അതിനെ ഒരു ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോയത് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയാം. ഫ്യൂഡൽ എന്ന് വെച്ചാൽ മേധാവിത്വം, ലാൻഡ് ലോർഡ് മേധാവിത്വം, അത് ഡിസിൻറ്റഗ്രേറ്റ് 18-ാം നൂറ്റാണ്ടിൽ ആ സൊസൈറ്റി അങ്ങനെ മേധാവിത്വം കുറഞ്ഞു വരുന്നതും അതുകൊണ്ട് അവിടെ മുതലാളി എന്നുള്ള മേധാവിത്വം വരുന്നു, ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? ഇതിന്റെ എന്തുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ 18-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ സെയിൽസ് അല്ലെങ്കിൽ ബിസിനസ് പ്രോഫിറ്റ്, എത്രത്തോളം ലാഭം കിട്ടാൻ പറ്റും, എത്രത്തോളം മാർക്കറ്റിൽ നമുക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും, ഏതൊക്കെ സാധനങ്ങൾ എത്തിക്കാൻ പറ്റും, ഏതൊക്കെ വിധത്തിലായിരിക്കാം നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക്, അതായത് സാമ്രാജ്യം, നമ്മൾ ഏത് രാജ്യത്തിൽ പോയി ഇവിടെ നിന്ന് ഒരു സാധനം മേടിച്ച് അടുത്ത രാജ്യത്തിൽ വിൽക്കുന്നു. അപ്പൊ നമുക്ക് ബിസിനസ് എത്രത്തോളം വ്യാപാരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുമ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു വ്യത്യാസം, ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വിവരണത്തിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഈ ചേഞ്ച് പതുക്കെ ബിസിനസ്സിന് വന്നവര് പിന്നെ ഇവിടെ സ്ഥാപിച്ച് അവര് സ്ഥാനമുറപ്പിച്ച് ബിസിനസ് ചെയ്ത് അവര് നാട്ടിലെ മഹാന്മാരും അല്ലെങ്കിൽ മേധാവികളും ആകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ കോളനൈസേഷൻ ആയി പോകുന്നത്. പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ പവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് അല്ല, അവര് പിടിച്ചടക്കാൻ വരുന്നു, നമ്മള് അടിമയായിട്ട് അല്ലെങ്കിൽ നമ്മള് താഴ്ന്നു കൊടുക്കാൻ തയ്യാറാവുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു കോളനി ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ കോളനി ആക്കി മാറ്റാൻ അവർക്ക് വളരെ സൗകര്യം കിട്ടി, അല്ലെങ്കിൽ നമ്മള് അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നും പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ ബിസിനസ്സുകാരായിട്ട് വന്നവര് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കച്ചവടത്തിന് വേണ്ടി വന്നവര് അവസാനം ഒരു രാജ്യത്തിന്റെ അധിപനാവുക, ആ രാജ്യത്തിന്റെ അവരുടെ കോളനിയാക്കുക. അങ്ങനെ ആ കോളനിയാക്കി കഴിഞ്ഞ് കുറെ വർഷങ്ങളോളം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും അവര് താറുമാറാക്കി കൊണ്ടുപോവുകയും നമ്മളെ അടിമകളാക്കി അവരുടെ അവരുടെ വേലക്കാരന്മാരുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ സ്വയം കുറച്ച് പതുങ്ങി കൊടുത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നത് ഒരു സാമ്പത്തികപരമായ ഒരു റിക്രഷൻ ഉണ്ടാവുന്നു. കാരണം ഇന്ത്യയില് നമ്മളുടെ കയ്യിലുള്ള ബിസിനസ് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മിലിറ്ററി ലെവലിലുള്ള ആയുധങ്ങൾ നമ്മൾ സാധാരണക്കാരായ വലിയ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണമായിട്ടുള്ള കമ്പവില്ല അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷെ കമ്പനി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സുകാര് അവര് ഇവിടെ എന്താ ചെയ്ത് വെച്ചാല് ആ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സെറ്റപ്പിൽ അവരുടെ ആയുധങ്ങൾ കുറച്ചുകൂടി മേൽക്കോയ്മയുള്ള ആയുധങ്ങളാണ്.
നമ്മളെക്കാട്ടിലും മേൽക്കോയ്മയുള്ള ആയുധങ്ങളാണ്. ആ ആയുധങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഫോർട്ടിൽ വെച്ചിരിക്കുകയോ. അവര് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫോർട്ട് കെട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഫോർട്ടിൽ അവര് പറയുന്നത് നമ്മൾ ഓരോ രാജ്യത്തും ഓരോ പോർട്ടിന്റെ അടുത്തും അവര് ഫോർട്ട് കെട്ടുന്നുണ്ട്, കോട്ട കെട്ടുന്നുണ്ട്. കോട്ടയ്ക്കകത്ത് സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കാനും അതേമാതിരി ഫിനിഷ് ചെയ്ത അല്ലെങ്കിൽ പണി തീർന്ന സാധനങ്ങൾ മാറ്റാനും കൊണ്ടുപോകാനും വേണ്ടിയിട്ട് കപ്പൽ വരുന്നത് വരെ അവിടെ ഇരിക്കാൻ, അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ട കെട്ടിയെന്നാണ് അവര് പെർമിഷൻ ചോദിച്ച് കോട്ട കെട്ടുന്നത്. പക്ഷെ ആ കോട്ടയ്ക്കകത്ത് തന്നെ ഈ സാധനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള ലെവലിൽ അവർ ആയുധങ്ങളും ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതാണോ അവർക്ക് സൗകര്യമായിട്ട് വരുന്നത് അത് അവർക്ക്. ഇങ്ങനെയാണ് ഇവര് കുറച്ചായിട്ട് കൂട്ടി കൊണ്ടുവരുന്നത്. ഇത് കൂടാണ്ട് അഗ്രികൾച്ചറിലും കൊമേഴ്സ്യലും നമുക്ക് എത്രത്തോളം സ്കിൽസ് ഉണ്ട്, നമ്മളുടെ അറിവൊക്കെ പരിമിതമാണ്. പക്ഷെ അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ലേറ്റർ ഓൺ അവര് വളർന്നു വരുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുഗൾ എംപയർ, മുഗളന്മാരുടെ താഴ്ചയും അല്ലെങ്കിൽ മുഗളന്മാര് താഴ്ന്നു പോകുന്നു, അവരെ പവർ കുറഞ്ഞു പോകുന്നു, മുഗൾ രാജാക്കന്മാരുടെ പവർ കുറഞ്ഞു പോകുന്നു. എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാല് ഭരിക്കുന്ന റൂളിംഗ് ഗ്രൂപ്പായാലും ശരി, ലാൻഡ് പാരമ്പര്യമായിട്ട് ലാൻഡ് കൊണ്ടുവന്നിട്ട് ലാൻഡ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ജമീന്ദാരായാലും ശരി, കർഷകരായാലും ശരി, അവർക്ക് ഒരു കൺട്രോൾ, ഒരു പരസ്പരമായിട്ടുള്ള ഒരു കോൺഫറന്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു വലിയ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ, ഒരുമയ്ക്ക് കിട്ടുന്നില്ല. ഒരുമയായിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് പോകുന്നുള്ള ഒരു ഫെയിലിയർ അവിടെ വരുന്നതിന്റെ കാരണം അതവിടെ ഒരുമയില്ലാത്തത് കൊണ്ടുള്ള ആ ഒരു കാരണം കൂടെ നമുക്ക് ഈ ഇങ്ങനെ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഒരു താഴ്ചയ്ക്ക്, മുഗളന്മാരുടെ താഴ്ചയ്ക്ക് അല്ലെങ്കിൽ മുഗളന്മാരുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് നമുക്ക് പറയാം. കാരണം ലോക്കലായിട്ടുള്ള അഗ്രികൾച്ചറലായിട്ടുള്ള മേധാവികളും അതേമാതിരി ഉള്ള ഫാർമേഴ്സും അല്ലെങ്കിൽ കർഷകരും തമ്മിലുള്ള ഒരു വ്യത്യാസം, വലിയൊരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് മാർഷൽ ഹോട്ട്ഗൺ പറയുന്നുണ്ട് 3 ഇസ്ലാമിക് കൺട്രികൾ, 3 മതേതരമായ കൺട്രികൾ, 1 ഒട്ടോമൻ, 2 സാവിദ്, മുഗൾസ്. ഇത് 3ഉം അത്രയും ഒറ്റ അവരുടെ റിലീജിയൻ ഒരു ഫോർമൽ സിംഗിൾ റിലീജിയൻ ആണ്, ഒറ്റ റിലീജിയൻ ആണ്, അതായത് ഇസ്ലാമിക് റിലീജിയൻ. പക്ഷെ അവരുടെ കൺട്രോള്, ഇവിടെ വന്ന കൺട്രോളിന് അല്ലെങ്കിൽ ഇവിടെ അവർ സക്സസ്ഫുൾ ആകാനുള്ള കാരണം അവർക്കുണ്ടായിരുന്ന എന്താ പറയാ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെയും കാരണങ്ങൾ കൂടിയാണ്. പിന്നെ വ്യത്യാസമായിട്ട് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന വാർഫെയറിന്റെ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ടെക്നോളജിയും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ള ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് മറാത്താസ്, സിഖ്, ജാത്ത്, ഇവരൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളവര് ഒരു അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ് അല്ലാത്ത ഒരു ആയുധങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുന്നു, ഇവര് ട്രഡീഷണൽ ആയിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു മേധാവിത്വം എന്നുള്ള റൂറൽ ലെവലിൽ നിന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയിൽ പോകുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് നോക്കുന്നു, മുഗൾ ആർമിയില് ഒരുപാട് മിലിറ്ററിയിലുള്ള ഒരു വ്യത്യാസങ്ങൾ, ആയുധങ്ങളുടെ വ്യത്യാസങ്ങൾ, കോപ്പുകളുടെ വ്യത്യാസങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വ്യത്യാസങ്ങൾ എല്ലാം ഈ മിലിറ്ററി വകൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഗമായിരിക്കും അവരുടെ ആയുധങ്ങൾ. അപ്പൊ അതുകൂടെ ഇവിടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. കൺട്രി സൈഡിൽ അത്രയും പുരോഗതി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വന്നു. ഇനി അടുത്ത വേറൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഈ ഡെക്കാൻ ക്രൈസിസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഡെക്കാൻ രാജ്യത്തിൽ ഉള്ള രാജാക്കന്മാരും അവിടെ താമസിക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അതിൽ സസ്റ്റെയിൻ ആയിട്ട് പോകുന്നത് ഈ ജാറ്റ്സും മേവാസീസും നോർത്ത് ഇന്ത്യയില്
ഗംഗ യമുന ദ്വാബിലുള്ളവരും സിഖുമാർ, പഞ്ചാബിലുള്ള സിഖുമാരും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കാരണവശാലും അവർക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അവർക്ക് ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളും അത് നിവർത്തി ക്ലീൻ ചെയ്ത് പോവാണ്ട് അതിനെ കുറച്ചുകൂടി കൂടുതൽ അഗ്രവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം തമ്മിലടിക്കുക അല്ലെങ്കിൽ പരസ്പരം പ്രോബ്ലംസ് ഉണ്ടാക്കി വരിക. അങ്ങനെയാണ് ഡെക്കാൻ ക്രൈസിസ് വരുന്നത്. അപ്പൊ അവിടെ ഒപ്പോസിഷനായിട്ട് അവരുടെ മൂവ്മെന്റ്സ് ഉണ്ട്. ഈ ജാത്തും മേത്തവാസും പരസ്പരം നോർത്ത് ഇന്ത്യയിൽ ഞങ്ങളാണ് സ്ഥാപിതം, ഞങ്ങളാണ് പവർഫുൾ എന്നുള്ള ആ അഭിപ്രായ വ്യത്യാസം ഗംഗ യമുന ദ്വാബ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സിഖുമാരുണ്ട്, പഞ്ചാബിൽ സിഖുമാരുണ്ട്. ഈ സിഖുമാരുടെ അവരുടെ പഞ്ചാബീസ് അവരുടെ ആധിപത്യം, ഇതൊക്കെ ഒരു കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിനെല്ലാം ഈ മുഗൾ എംപയർ താന്നു പോകാനും അതിന്റെ ഉത്ഭവം 18ാം നൂറ്റാണ്ടിൽ 18ാം സെഞ്ചുറിയിൽ നടന്നു എന്ന് പറയാം. ഇത് വലിയ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടെയും, കാരണം ഓരോ പ്രാവശ്യവും യുദ്ധം വരുമ്പോൾ ആ രാജ്യത്തിൽ അവർക്ക് പണം അല്ലെങ്കിൽ ധനം ഉപയോഗിക്കേണ്ടി വരുന്നു, ആളിനെ ഉപയോഗിക്കേണ്ടി വരുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ അവർക്ക് നഷ്ടം വരുമ്പോൾ അത് അവിടെ ആ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സ്ട്രെയിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ധനപരമായിട്ടും അത് രാജ്യത്തിന്റെ പുരോഗതിയെ കൊള്ളേണ്ടി വരും. പിന്നെ സ്റ്റുവാർട്ട് ഗോർഡൻ പറയുന്നത് എങ്ങനെയാ വെച്ചാല്, മറാത്താസ് അവരുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലുള്ള മാർക്കറ്റ്, ലേബർ മാർക്കറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റും ഇതുമായിട്ടൊക്കെ ഒരു കണക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു എന്താ പറയാ, ഒരു മിലിറ്ററി ലെവലിലുള്ള ഒരു ലേബർ മാർക്കറ്റ്. മിലിറ്ററി ലേബർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ യോദ്ധാക്കന്മാരെ മാർക്കറ്റിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ വരുന്നത് രജപുത് പോളിസി. അക്ബറിന്റെ രജപുത് പോളിസി ഉണ്ടായിരുന്നു. അക്ബറുടെ കാലഘട്ടത്തിൽ അക്ബർ രജപുത് ധീരന്മാരെ കൂടെ തന്റെ ആർമിയിൽ അല്ലെങ്കിൽ തന്റെ അധികാരത്തിൽ കൊണ്ടുവരികയും അവർക്ക് അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ ഇത്രയും ചെയ്തതിനു ശേഷവും കൂടെ ഫുള്ളായിട്ടുള്ള രജപുത്താന അല്ലെങ്കിൽ രജപുത് ക്ലാൻസിന് അത്രയും കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല. രജപുത് പോളിസി, അക്ബറിന്റെ പോളിസി നല്ല പോളിസിയാണ്. മുസ്ലിം അല്ലാത്ത രജപുത്സ്, ഹിന്ദുസ് ആണ് രജപുത്സ്, അവരെ തന്റെ അഡ്മിനിസ്ട്രേഷനിൽ കൂട്ടിക്കൊണ്ടുക, തന്റെ സഭയിൽ കൂട്ടുക, അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുക, അവർക്ക് പാരിതോഷം കൊടുക്കുക, ഇങ്ങനത്തെ എല്ലാം ചെയ്തിരുന്നാൽ കൂടെയും എല്ലാരെയും ഒരു പൊളിറ്റിക്കൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എല്ലാരെയും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും ഒരു കാരണമായിട്ട് വരുന്നു. ഈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് അവിടെ വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാരെയും നമുക്ക് എല്ലാ സമയവും സന്തോഷിപ്പിക്കാൻ പറ്റില്ല, അത് ആർക്കും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. എല്ലാ രജപുട്സും എനിക്ക് സോൾജിയർ അല്ലെങ്കിൽ എനിക്ക് ഹൈ റാങ്ക് ജോലി കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോ മനസ്സുകൊണ്ട് ഒരു ദേഷ്യം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു മനസ്താപം കൊണ്ട് ആ പോളിസി, അക്ബറിന്റെ പോളിസി അത്രയും 100% സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സ്റ്റേറ്റിനെ പറ്റിയുള്ള എബിലിറ്റി. ആ സ്റ്റേറ്റിൽ പെട്ടെന്ന് സ്ട്രൈക്സ് ഉണ്ടാക്കുക, വർക്കബിൾ, പെട്ടെന്നുള്ള ഈ ജമീന്ദാർ, ചെറിയ ചെറിയ ഘടകങ്ങളായ ജമീന്ദാർ ഇവിടെയും അവിടെയും പല സ്ഥലത്തും കിടക്കുന്നവരെ പെട്ടെന്നൊരു സ്ട്രൈക്ക് ഒക്കെ വരുന്നു, അല്ലെങ്കിൽ അവർ അഗ്രവേറ്റ് ആകുന്നു, അല്ലെങ്കിൽ അവർക്ക് ആധിപത്യം കിട്ടാത്ത കൊണ്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റിന് ഇങ്ങനെ ഒരു വാർ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇറിറ്റേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെയും അതും നമുക്ക് കാരണമായിട്ട് ഭവിക്കുന്നു. പിന്നെ ഇതിന്റെ കാരണം നമ്മളിപ്പോൾ കൂടുതലായിട്ടും പറയുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം എംപയർ അല്ലെങ്കിൽ മുഗൾ എംപയർ, വളരെ കാലമായിട്ടിരുന്ന മുഗൾ എംപയർ എന്തുകൊണ്ട് നശിച്ചു
എന്തായിരുന്നു ഇതിന്റെ കാരണങ്ങൾ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ലെവലിലേക്ക് ഇത്രയും നമ്മൾ പറയാറുണ്ട് മൈറ്റി മുഗൾസ് എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മൈറ്റി മുഗൾസ് ആയിരുന്നവർ എന്തുകൊണ്ടാണ് നശിച്ചു പോയത് 18-ാം നൂറ്റാണ്ടിൽ? ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ജമീന്ദാർ, ചില മുഗൾസ് ജമീന്ദാർസ് ഉപയോഗിച്ചിരുന്നു. അവരെ ഇന്റർമീഡിയറ്ററി, അതായത് റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ വെച്ചാൽ രാജാവ്, മുഗൾ രാജാവ് നേരിട്ട് പോയല്ല ടാക്സ് കളക്ഷൻ, റവന്യൂ കളക്ഷൻ ചെയ്യുന്നത്. അപ്പോ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കർഷകരുടെ കയ്യിൽ നിന്ന് റവന്യൂ കളക്ഷന് വേണ്ടിയിട്ട് രാജാവിന്റെ ദൂതനായിട്ട് പോകുന്നവര്, ഇന്റർമീഡിയറ്ററീസ് അല്ലെങ്കിൽ ജമീന്ദാർ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജമീന്ദാർ മേടിക്കുമ്പോൾ അവരൊക്കെ ഒരു ചെറിയ ഒരു കൊച്ചു രാജാവ് എന്നുള്ള ലെവലില് അവരുടെ ജീവിതചര്യങ്ങൾ അങ്ങനെ കൊണ്ടുവരികയും പിന്നെ കാലക്രമേണ അവര് ഒരു ഇമ്പീരിയലിസ്റ്റിക് പോളിസിയിൽ, കുറച്ചുകൂടെ ഇമ്പീരിയലിസ്റ്റിക് പോളിസിയിൽ വരുമ്പോൾ അവിടെയും അത് കാരണമുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ലോക്കലായിട്ട്, അതായത് പൈസ കൊടുക്കുന്ന കമ്പനികൾ, ഫൈനാൻഷ്യൽസ്, അല്ലെങ്കിൽ ധനം ഒരു കർഷകന് ധനത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ലോണായിട്ട് കൊടുക്കുന്നവരും അവരും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഏജന്റായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കും ഈ കർഷകരുടെ മേലിൽ ഒരു കൺട്രോൾ വരുന്നു. പിന്നെ കടൻ മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയാണ്ട് വരുമ്പോൾ ആ കർഷകൻ കൂടുതൽ കഷ്ടപ്പെടുന്നു. അപ്പൊ അതിനവര് തിരിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ ഇവരുടെയൊക്കെ പോളിസികൾ കുറച്ചുകൂടെ ഹാർഡ് ആവുകയാണ്. പിന്നെ നമ്മൾ നോക്കുന്നു അഗ്രികൾച്ചറിൽ, കൃഷി വിധത്തില് അവർ മാർക്കറ്റ് സെറ്റപ്പ് ചെയ്യുന്നു. മാർക്കറ്റിൽ ഈ സാധനങ്ങൾ, തീർന്ന സാധനങ്ങൾ വിൽക്കുകയും അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാഷിനെ അവർ എടുക്കുകയും, അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു പവർ രാജാവിന്, അല്ലെങ്കിൽ മുഗൾ രാജാവിന്, അല്ലെങ്കിൽ ലേറ്റർ മുഗൾ റൂളേഴ്സ്, അത്രയും സ്ട്രോങ് ആയിരുന്ന റൂളേഴ്സ് അല്ല ലേറ്റർ മുഗൾസ്. അതാണ് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഗ്രിപ്പ്, സാധാരണ പവർ കുറച്ച് വരുന്നു. പണം കയ്യിലുണ്ടെങ്കിൽ പവർ ഉണ്ടാവും, പണം ഇല്ലെങ്കിൽ പവറും കുറയുന്നു. അങ്ങനെ വേറൊരു കാര്യം. പിന്നെ നമ്മൾ വന്നത് ഈ കർഷകര്, അവർക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ അവരുടെ കഷ്ടങ്ങള് അത്രയും കാരണമായിട്ട് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കാര്യമായിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴും ആ ഒരു വലിയ ഗ്രൂപ്പ്, എലൈറ്റ് ഗ്രൂപ്പിന്റെയും ഈ നടുവിൽ നിൽക്കുന്ന കർഷകരുടെ നടുവിൽ നിൽക്കുന്നവര് അതിനെ അവരുടെ സഹായത്തിന് അല്ലെങ്കിൽ അവരുടെ ഉപകാരത്തിന് വേണ്ടി അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അവരാണ് ഇതിൽ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കോൺഫ്ലിക്റ്റ് ആണ്. ലോങ് ടേം കോൺഫ്ലിക്റ്റും ഷോർട്ട് ടേം കോൺഫ്ലിക്റ്റ് എന്ന് വരുമ്പോഴത്തേക്കും ഈ ലോങ് ടേം കോൺഫ്ലിക്റ്റില് രാജാവിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഷോർട്ട് ടേം കോൺഫ്ലിക്റ്റില് അവരുടെ ഇമ്പറേറ്റീവ് ആയിട്ടുള്ളത് ഈ കാരണഘട്ടത്താൽ ഇതിൻ്റെതായ ഒരു ലോങ് ഇന്റൻസിഫൈഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവർക്ക് കർഷകർക്ക് പാടുവരുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരാണ് അതിൽ അനുഭവപ്പെട്ട് അവർ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാറ്റങ്ങൾ, എപ്പോഴും ഭരണാധികാരികളുടെ മാറ്റങ്ങളോ റിലേഷൻഷിപ്പിന്റെ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സെന്ററും സ്റ്റേറ്റ് അല്ലെങ്കിൽ സെന്ററും ലോക്കലായിട്ടുള്ള പരിമിതികൾ, അവരുടെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ആ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഭരണഘടന അധികാരികൾ അല്ലെങ്കിൽ അവര് ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ളവർ ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അനാലിസിസ് പ്രകാരം നോക്കുകയാണെങ്കിൽ മുഗൾ എംപയറിന്റെ സമയത്ത് ഈ പൊളിറ്റിക്കലി, രാഷ്ട്രീയമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു വലിയ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടും ഇതിന്റെ ഈ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത വന്നതുകൊണ്ടും
പല ഭാഗത്തും എന്തൊക്കെ വിധത്തിലും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒരു ഡിഫറൻസസ് പലയിടത്തും വന്ന് 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 വലുതായി വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ അത് വലുതായി ഊതി വലുതായി വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ഡിഫറൻസസ്, അതിൻ്റെതായ പരിണാമങ്ങൾ വരുന്നതും ആ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ ആണ്, അല്ലെങ്കിൽ ആ മുഗൾ എംപയറിന്റെ താഴ്ചയ്ക്ക് കാരണമാകുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതിൽ തന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ മുഗൾ എംപയറും റീജിയണൽ ആയിട്ടുള്ളവരും ഇതിനെപ്പറ്റി കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം ഇവിടെ ലോക്കലായിട്ട് നിന്നവര്, താഴ്ത്ത ലെവലിൽ നിന്നവർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. രാജാവിന് നേരിട്ട് വന്ന് ആൾക്കാരോട് അല്ലെങ്കിൽ കർഷകരോടോ അല്ലെങ്കിൽ സാധാരണക്കാരോടായിട്ട് സംബന്ധമില്ല. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ്, ഒരു സെന്ററിൽ കൂടെ ഒരു പ്രോസസ്സാണ് വരുമ്പോൾ അവിടെ ഈ എന്താ പറ്റുന്ന, ഇവരാണ് സമ്പാദ്യം മുഴുവൻ, റവന്യൂ മുഴുവനും ഈ ഇന്റർമീഡിയറ്ററീസ് അല്ലെങ്കിൽ മിഡിൽമാൻ ആണ് എടുക്കുന്നത്. അവര് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അവരുടെ പവറിനെ അവർ വലുതാക്കി കൊണ്ടുവരിക, അവരുടെ പവറിനെ അവര് നല്ല വിധത്തിൽ ഉപയോഗിക്കുക, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതാണ് അവിടെ നടന്നു വന്നിരുന്നത്. ഇനി ഈസ്റ്റേൺ ഇന്ത്യയിൽ നോക്കുമ്പോൾ, അവിടെ ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് കിഴക്ക് ഭാഗത്തുള്ള 17th സെഞ്ച്വറിയില് 17ാം നൂറ്റാണ്ടില് അവിടെ അത്രയും ജമീന്ദാർസിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജമീന്ദാർ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അവരെന്താ ചെയ്യുന്ന, ഒരു റവന്യൂ സിസ്റ്റം, കളക്ഷൻ ഓഫ് ടാക്സ് അല്ലെങ്കിൽ റവന്യൂ സിസ്റ്റം, എങ്ങനെ എനിക്ക് ഏത് സൗകര്യമോ ഞാൻ അതുമാതിരി ചെയ്യുക. അങ്ങനെയാണ് ഈസ്റ്റേൺ ഇന്ത്യ, കിഴക്ക് ഭാഗത്തുള്ള കമേഴ്സ്യൽ ആയിട്ടുള്ള കിഴക്കൻ സൈഡിലുള്ള ഇന്ത്യയിലുള്ളവര് ചെയ്തിരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പ്രകാരം അവര് കളക്ഷൻ ചെയ്യും, അതേമാതിരി അവർ ഉപയോഗിക്കും. അപ്പോൾ ഇതിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ഇതിന്റെ മുഴുവനും എത്തുന്നില്ല. എത്താണ്ട് വരുമ്പോഴും അവിടെയും പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നു. ഇവിടെ നമ്മൾ പൊളിറ്റിക്കലി ഇതിന്റെ കാരണം പൊളിറ്റിക്കലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു ഗവൺമെന്റ് അവിടെ ഇല്ലാണ്ട് വരുമ്പോൾ അതിന്റെ കൂടെ പണവിഷയം, അതായത് ഫൈനാൻഷ്യൽ സ്ട്രെയിൻ കൂടെ വരുമ്പോഴത്തേക്കും എംപയറിന് കൂടുതലായിട്ടും അത് നഷ്ടമാണ്. അതായത് മുഗൾ എംപയറിന് കൂടുതൽ അടി കൊണ്ടുകൊണ്ടിരുന്നത് ഈ കാരണങ്ങൾ വെച്ചാണ്. അവരുടെ ഈസ്റ്റേൺ കൺട്രിയിൽ അല്ലെങ്കിൽ കിഴക്കൻ ഇന്ത്യൻ കമേഴ്സ്യൽ സ്ട്രേറ്റില് അവർ 17ാം നൂറ്റാണ്ടിൽ വലിയ ബിസിനസ് ചെയ്തിരുന്നില്ലെങ്കിലും കിട്ടിയ ബിസിനസ്സിന് അവര് സെമീന്ദാർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഒരു സിസ്റ്റം അത്രയും സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ ഒരു ഘടകമല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ലാക്ക് ആണ് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ അവർക്ക് എന്ത് ബെനിഫിറ്റ് വരും അതാണ് അവർ നോക്കുന്നത്. അല്ലാണ്ട് മുഗൾ രാജാവിന് തലസ്ഥാനത്തിരിക്കുന്ന രാജാവിനോ രാജാവിന്റെ ഫാമിലിക്കോ സഹായം വരണം എന്നുള്ളതല്ല അവരുടെ ഈ ജമീന്ദാർമാരുടെ. ജമീന്ദാർക്ക് എപ്പോഴായാലും ആ ഒരു ഐഡിയ വരും, കുറച്ച് കഴിഞ്ഞാൽ ഞാനല്ലേ മേടിക്കുന്നത്, അപ്പൊ മാക്സിമം നമ്മൾ ബെനിഫിറ്റ് കിട്ടണം, നമ്മൾ കിട്ടുന്നതിൽ ഒരംശമാണ് തലസ്ഥാനത്ത് എത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പവറ്, ഒരു ആൾക്കാർക്ക് ധനം, പവർ, കയ്യിൽ കിട്ടുന്ന പവർ, ഇതൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ സാധാരണമായിട്ട് നമ്മൾ കാണാറുള്ളതാണ് ഒരു സ്ലാക്ക് ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ട് പോവുക, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് ആയിട്ട് പോവുക. ഇങ്ങനെയൊക്കെ പതുക്കെ നിരങ്ങി വരുമ്പോഴത്തേക്ക് റവന്യൂ കളക്ഷൻ വന്ന് വല്ലാണ്ട് അത് അവർക്ക് ഉപയോഗപ്പെടും, പക്ഷെ രാജാവിന് അത് ഉപയോഗപ്പെടില്ല. അപ്പൊ കാരണം ഈ ജമീന്ദാർമാരും ഈ കർഷകരോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ നേരിട്ട് രാജാവുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പോ നേരുമുഖം കാണുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇത് നോക്കുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും, പൊളിറ്റിക്കലായിട്ട് ഇത് വലിയ പ്രോബ്ലം ഇല്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് പ്രോബ്ലം ഇല്ലെങ്കിൽ കൂടെയും അത് രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഖജനാവിന്റെ പ്രോബ്ലം ഉണ്ടാവും.
കാരണം അവിടെ ഖജനാവിൽ പണം എത്തിയാൽ മാത്രമേ രാജാവിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം രാജ്യത്തിന്റെ പ്രജകളോട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് പോകുന്ന റവന്യൂ, ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന റവന്യൂ കുറയുമ്പോൾ രാജാവിന്റെ ട്രഷറി അല്ലെങ്കിൽ രാജാവിന്റെ ഖജന കുറഞ്ഞു വരുമ്പോൾ രാജാവിന് ഒരു യുദ്ധം വന്നാലും പ്രശ്നമാണ്. അപ്പോ നേർമുഖ കാഴ്ചയിൽ നോക്കുമ്പോൾ ഈ ടാക്സ് റവന്യൂ സിസ്റ്റത്തിന്റെ സ്ലഗിഷ്നെസ് കൊണ്ട് പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വലിയ പ്രശ്നമില്ലെങ്കിൽ കൂടെയും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പണവിഷയമായിട്ട് ധനപരമായി രാജ്യം സഫർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ മുഗൾ എംപയർ സഫർ ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് കാരണം രാജാവിന് ജമീന്ദാർമാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് അവര് കൊടുക്കുന്നത് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ വഴി. വേറെ വഴിയില്ല, വേറെ പോംവഴി ഇല്ലാത്തത് കൊണ്ട് അത് അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇനി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എന്താന്ന് നോക്കുമ്പോൾ സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും നമ്മൾ ഇത്രയും നേരം റവന്യൂവിനെ പറ്റി പറഞ്ഞു. 3 ലാംഗ്വേജില്, അതായത് പേർഷ്യൻ ലാംഗ്വേജിൽ പറയുന്നുണ്ട്, പേർഷ്യൻ ലാംഗ്വേജിൽ പറയുന്നു പോസിബിലിറ്റീസ് എന്ന് വെച്ചാല് വായിക്കാനും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതും വണറബിൾ ഈ എംപയറിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഈ ലാംഗ്വേജസ് വഴി സൊസൈറ്റിയിൽ എല്ലാവർക്കും അറിയാൻ സാഹചര്യം കിട്ടി. എക്കണോമിക്കലി സോഷ്യലി ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാർക്ക് പേർഷ്യൻ ലാംഗ്വേജ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. സ്റ്റീഫൻ ബ്ലേക്ക് പറയുന്നു മുഗൾ സിസ്റ്റത്തില് പാട്രിമോണിയൽ ബ്യൂറോക്രാറ്റിക് എഡിഫൈസ് ആണ്, അതായത് വേരിയന്റ് ആയിട്ടുള്ള ആൺമേധാവിത്വവും അവരുടെ ബ്യൂറോക്രാറ്റിക് അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ടുള്ള നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. മാത്രമല്ല മുഗൾ രാജാക്കന്മാര് ആ കാലഘട്ടത്തിൽ വളരെ ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷൻ എന്നുവെച്ചാൽ ഒരു ഞാണിന്മേൽ കണി എന്ന് പറയാം, ടൈറ്റ് റോപ്പ് എന്ന് പറയുമ്പോൾ ഞാണിന്മേൽ കണി, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. എങ്കിൽ കൂടെയും അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ സ്റ്റൈൽ റൂളൊന്നും ഇതിൽ അവര് മിലിറ്ററിയിൽ വിഷനിലോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് വിഷനിലോ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ എന്ത് പറ്റുന്നു, മുഗൾസിന്റെ ഫെയിലിയർ അല്ലെങ്കിൽ മുഗളന്മാരുടെ ഒരു തോൽവിക്ക് ഈ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പോയി. ആ ഇമ്പോർട്ടൻ്റ് ആയ ഗ്യാപ്പ് അത് മാത്രമല്ല പേഴ്സണൽ ആയിട്ടുള്ള ഗ്യാപ്പും മിലിറ്ററി ആയിട്ടുള്ള ഗ്യാപ്പും കൂടെ വരുമ്പോഴത്തേക്കും അവരുടെ മിലിറ്ററിയുടെ സ്ഥാനം അല്ലെങ്കിൽ മിലിറ്ററിന്റെ എഫക്റ്റ് എത്രത്തോളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വലിയ കാര്യം. കാരണം അവരുടെ ആധിപത്യം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അവരുടെ പവർ കുറഞ്ഞു പോയി. പതുക്കെ അവരുടെ ധനപരമായിട്ടും കുറയാൻ തുടങ്ങി, രാജ്യത്തില് മിലിറ്ററിയും കുറയാൻ തുടങ്ങി, രാഷ്ട്രീയമായിട്ടും പൊളിറ്റിക്കലിയും കുറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സ്ലോലി വരുമ്പോഴത്തേക്കും ഇവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കുറഞ്ഞു വരാൻ തുടങ്ങി. മാത്രമല്ല ഇവിടെ നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരു വളരെ പ്രാധാന്യമുള്ള ആൾക്കാരെ അല്ല കാണുന്നത്. നമ്മൾ വളരെ എലൈറ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വലിയ ആൾക്കാരെ അല്ല നമ്മൾ കാണുന്നത് മുഴുവനും ബാങ്ക് നടത്തുന്നവരെ, ബാങ്ക് വർക്ക് നടത്തുന്നവരെ, വ്യവസായികളൊക്കെയാണ്. ഈ കൂടുതലായിട്ടും ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളത് കച്ചവടക്കാരും ബാങ്കറുമാണ് ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരുന്നത്. കാരണം അവരെ കൊണ്ട് സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്, അവരാണ് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടിരുന്നത്. ഇനി C.A. ബെയ്ലി പറയുന്നു പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. പല വിധത്തിൽ എന്ന് വെച്ചാല് മിലിറ്ററി ഉണ്ട്, മെർച്ചന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ഥാപകന്മാരുണ്ട്. ഇവരൊക്കെ വന്നിരുന്നാൽ കൂടിയും ഈ ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ്സും മുഗൾ രാജഭരണത്തിന്റെ പ്രൊഡക്ഷനും ഒരു ടാലി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതെന്ത് പറ്റും, ഈ ടാലി ആവാത്തത് കൊണ്ട് പതുക്കെ അതിന്റെ നാശത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരുന്നത്. സോഷ്യലായിട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
അത് വന്ന് അവിടെ വേറൊരു എന്താ പറയാ, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തുകൊണ്ട് ഒന്ന് നശിച്ചു വരുമ്പോൾ വേറൊന്ന് അവിടെ എടുത്തു വന്ന് അല്ലെങ്കിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ചാല് ഈ ഈ താഴ്മയുടെ അല്ലെങ്കിൽ ഈ മുഗൾ രാജാക്കന്മാരുടെ മുഗൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വിത്തുകൾ, അതായത് വിഭജനത്തിന്റെയും അതേമാതിരി താഴ്ചയുടെയും വിത്തുകൾ അവിടെ ജെർമിനേറ്റ് ആയി പോയി എന്നുള്ളതാണ് 18-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി മുഗൾ രാജാക്കന്മാര് അവര് ഈ ജമീന്ദാറെ കൂടുതലായിട്ടും അവരെ ഏൽപ്പിക്കുകയാണ്. അതായത് ധനശേഖരണത്തിനും റവന്യൂ അഡ്മിനിസ്ട്രേഷനും കൂടുതൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവര് രാജാവിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് അവർ പോകുന്നത്. അപ്പൊ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവരൊരു ബിഹേവിയറിൽ മാറ്റം വരും. ഒരു കൊച്ചു രാജാവ് എന്നുള്ള ലെവൽ അല്ലെങ്കിൽ കൂടുതൽ ആഠ്യന്മാരെന്നുള്ള നിലയിൽ അവര് ഒരു മനസ്സുകൊണ്ട് അവർ ഞാൻ വലിയ ആളാണ് എന്നൊരു തോന്നലുണ്ടാവും. അതുമാതിരി ആർമി കാരണം ഇവര് റവന്യൂ കളക്ഷൻ ഇങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഒരാൾക്ക് ജമീന്ദാർക്ക് ഒരു 10 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കളക്ഷൻ അയാൾ എടുക്കണം. ആ കളക്ഷന്റെ ഒരു പങ്ക് രാജാവിന് കൊടുക്കണം. പിന്നെ അത് കൂടാണ്ട് അയാൾ ഒരു മിലിറ്ററി ഒരു ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്കുള്ള അവകാശങ്ങളും സാലറി എന്തെങ്കിലും കൊടുക്കണം. അപ്പോ പതിയെ ജമീന്ദാരുടെ പവർ കൂടുതലാവുമ്പോൾ ജമീന്ദാർമാരുടെ പവർ കൂടുതലാവുമ്പോൾ ഈ മുഗൾ രാജാക്കന്മാരുടെ പവർ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവർക്ക് അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ പറയുന്നതിന്റെ ഒപ്പത്തിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആണ് വരുന്നത്. അങ്ങനെയാണ് അവിടെ നമ്മൾ ഒരു ചെറിയ തരത്തിലുള്ള ഒരു മേൽക്കോയ്മ കൊണ്ടുവരുന്നത്. രാജാവിനെക്കാട്ടിലും ഈ ജമീന്ദാർമാര് പതുക്കെ അവര് പവർ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെ ലെവലിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കൂടുതലായിട്ടും വളരെ സാമർത്ഥ്യം അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്. അതാരൊക്കെയാ? ആരാണോ പണം കൊടുക്കുന്ന ദല്ലാൽ, പിന്നെ കമ്പനികൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചെറിയ കച്ചവടക്കാർ, എന്റർപ്രണേഴ്സ്, പിന്നെ വരുന്നത് നമ്മളുടെ കൺസ്യൂമേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അത് മേടിക്കുന്നവരാണ്. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറൽ ലെവലിൽ നിന്ന് റിക്ലമേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറെ മാറ്റിയിട്ട് അവര് മാർക്കറ്റ് ഉണ്ടാക്കുന്നു. ഖാർഖാന എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, വർക്ക്ഷോപ്പ്. അപ്പൊ മാർക്കറ്റ് ഉണ്ടാക്കുന്നു. മാർക്കറ്റിൽ എന്ത് സാധനം വിൽക്കണം എന്ന് അവരാലോചിക്കുന്നു. ഏതിനാണോ മാർക്കറ്റ് കൂടുതലുള്ളത് ആ സ്ഥാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ബിസിനസ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ടും ക്യാഷ് മുഖാന്തരമാണ് ബിസിനസ് മുഴുവൻ നടന്നത്. ഏതിനാണോ വിലയുള്ളത്, ഏതാണോ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നത് അത് ഉണ്ടാക്കുക. അങ്ങനെയാണ് ഈ ബിസിനസ്സിനെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് കയ്യിൽ വെച്ചിരുന്നത്. ഇത് കൂടാണ്ട് ഒരു സബ്ബലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഈ റീറ്റെയിൽ ആയിട്ടുള്ള മേടിക്കുന്നവരും അതിന്റെ റീറ്റെയിൽ സാധനങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ കുറച്ച് മേടിച്ചിട്ട് വലിയ ലെവലിലുള്ള ബിസിനസ് അല്ലെങ്കിലും ചെറിയ ലെവലിലും ബിസിനസ് നടക്കുന്നു. പക്ഷെ കച്ചവടക്കാർക്കും ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അവസാനം നമ്മൾ നോക്കുന്നു, എല്ലാവർക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അവരുടേതായ ഫ്രൂട്ട് അവർക്ക് കിട്ടേണ്ടുള്ള ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടുള്ള ഒരു നന്മയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടുള്ള ലാഭമോ കിട്ടാണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു റെബല്യസ് ആയിട്ടുള്ള തോന്നല് എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടാകും. ഇനി 3 തരത്തിലുള്ള റെജീമാണ് നമ്മൾ പറയുന്നത്. ഈ 3 തരത്തിലുള്ള റെജീം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയാണ് 3 തരത്തിലുള്ള റെജീം വെച്ചാൽ, ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പ് ഇമ്പീരിയൽ ആയിട്ടുള്ള ഫോർമർ ഗ്രൂപ്പ്. അതായത് അതിന്റെ എക്സാമ്പിൾ ആരൊക്കെയാന്ന് വെച്ചാൽ, ഒരു ആദ്യത്തെ ഗ്രൂപ്പ്, വലിയ ഗ്രൂപ്പ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പീരിയൽ എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഭരണാധികാരിയെ റിലേറ്റഡ് ആയിട്ടുള്ളത്. അവര് നവാബ്, ഡെക്കാൻ നവാബ്, ഔദ്, ബംഗാള്, ഇവരൊക്കെയാണ് ആദ്യത്തെ മുഗൾ ഫോംസ് അല്ലെങ്കിൽ ഒരു റെജീം.
രണ്ടാമത്തെ റെഷീം എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മുഗൾ എംപയറില്, അതായത് മുഗൾ രാജാവല്ല, പക്ഷെ രാജാക്കന്മാർ, ചെറിയ രാജാക്കന്മാർ അല്ലെങ്കിൽ കുഞ്ഞു രാജാക്കന്മാർ, അത് ആ ഗ്രൂപ്പ് ഏതാന്ന് വെച്ചാൽ മറാത്ത, ജാത്ത് ആൻഡ് സിഖ്. ഇതൊക്കെ മൂന്നും ആ ലോക്കൽ ആയിട്ടുള്ള രാജാക്കന്മാരും അവർക്ക് കുറച്ചുകൂടെ ധൈര്യം, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മുഗൾ രാജ്യത്തിൽ സ്വയം ഭരിച്ചിരുന്ന രാജാക്കന്മാർ എന്നർത്ഥം. മറാത്ത, ജാത്ത് ആൻഡ് സിഖ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാന്ന് വെച്ചാല് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്ട്രീം എന്തിനാന്ന് വെച്ചാല് ഇതിലാണ് വരുന്നത് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ, കൂടുതൽ ജനസൗകര്യം, കൂടുതൽ ജനങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പാലിറ്റീസ്. അതില് രാജ്യത്തിൽ ഭരിക്കുന്നവരല്ല വരുന്നത്, സാധാരണക്കാർ. മുസ്ലിം ഉണ്ട്, ഹിന്ദു ഉണ്ട്, ട്രൈബൽ ഒറിജിൻ ഉണ്ട്, ഗ്രാമവാസിയുണ്ട്, ആദിവാസിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതെല്ലാം കൂടെ കലർന്ന് ഒരു വലിയൊരു സാമ്രാജ്യമാരിയാണ്. എല്ലാ പലതരത്തിലും പണക്കാരല്ല, അവര് സാധാരണക്കാരാണ്. അപ്പോൾ അവിടെ മെജോറിറ്റി ആൾക്കാർ കൂടുതലാവുന്ന ഒരു ഏരിയ ആണ് സെമി ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഈ 3 റെഷീംസ് ആണ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നത്. ഇനി സദേൺ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ, സദേൺ സ്റ്റേറ്റില് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് മൈസൂർ ആണ്. ഗ്രേറ്റ് റോയലിസ്റ്റ് മൈസൂർ ആണ്. ആ മൈസൂരില് രാജാക്കന്മാരും, മലബാർ കോസ്റ്റിൽ നോക്കുമ്പോൾ കോസ്റ്റൽ റീജിയൻ, അതായത് 2 സൈഡ് ഇന്ത്യയുടെ മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത് കേരള കോസ്റ്റ്, അത് 2 കാലഘട്ടങ്ങൾ കോസ്റ്റൽ റീജിയൻസിലുള്ളവരും ലാൻഡ് ഓണിങ് ടുഗദർ ആണ്. ഇതിങ്ങനെ പ്രോഫിറ്റ് ട്രേഡ് എന്തുകൊണ്ടാണ് ഈ സദേൺ സ്റ്റേറ്റിൽ വരുന്നത് വെച്ചാല് അവിടെ നമുക്ക് പോർട്ടുണ്ട്. മലബാർ കോസ്റ്റിലും ബംഗാൾ ഇന്ത്യൻ ഓഷ്യൻ വഴി ഉള്ള പോർട്ട് ഉണ്ട്. പോർട്ട് വഴി ബിസിനസ് നടക്കുന്നുണ്ട്, ലാൻഡ് വഴി ബിസിനസ് നടക്കുന്നുണ്ട്, ലേബർ വഴി. ഇപ്പൊ ഇങ്ങനെ ഒരു മൊണാർക്കിക്കൽ സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അതായത് ഈ വന്നിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള മൈസൂർ സ്റ്റേറ്റില് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാക്കന്മാരാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ഹൈദരാലി, അടുത്തത് ടിപ്പു സുൽത്താൻ, ഹൈദരാലിയുടെ മകൻ ടിപ്പു സുൽത്താൻ. ഇവരുടെ ആധിപത്യം കൂടുതലാണ് സദേൺ സ്റ്റേറ്റില്. അപ്പോൾ അവരെങ്ങനെ അത്രത്തോളം വലുതായി എന്ന് നോക്കുമ്പോൾ നമ്മൾക്കറിയാൻ പറ്റുന്നത് ഇവര് ഫൈറ്റേഴ്സ് ആണ്. ഈ 18ാം നൂറ്റാണ്ടിൽ മുഗൾ ഡൈനാസ്റ്റിയോട് ഫൈറ്റ് ചെയ്തിരുന്നും കാര്യമായിട്ടും ഇന്റർപ്രറ്റ് ചെയ്യാനും കാര്യമായിട്ട് അവർക്ക് ഒരു പവർ കൂടുതലായിട്ടുള്ള മുഗൾ രാജാക്കന്മാരോട് എതിർത്തവരാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഇനി നമ്മൾ ഇതിൻ്റെതായ പരിണാമങ്ങളുണ്ട്. ഇന്ത്യൻ എക്കോണമി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഈ എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഡിക്ലൈൻ അല്ലെങ്കിൽ പരിണാമം എന്തുകൊണ്ട് വന്നു, അതിൽ 3 ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഏറ്റവും ഒന്ന് സ്റ്റേറ്റിലുള്ള ഹൈദരാബാദ്, അവധ്, ബംഗാൾ. ഈ 3 സ്റ്റേറ്റിലുമുള്ള രാജാക്കന്മാരും മുഗൾ എംപറേഴ്സും അവര് മുഗൾ രാജ്യത്തിൽ നിന്ന് വിട്ട് മാറി തന്നെ ഒരു ഇൻഡിപെൻഡന്റ്, ഞങ്ങൾ മുഗൾ രാജ്യത്തിൽ പെടുന്നവരല്ല എന്നുള്ള ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളവരാണ്. രണ്ടാമത് ഈ പുതിയ സ്റ്റേറ്റുകളിൽ മൂന്നാമത്, ഇത് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റുകളല്ല ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ, അവിടെ മറാത്താസ് സെൻട്രൽ പാർട്ടില്, സിഖ് പഞ്ചാബില്, ജാത്ത് ആൻഡ് അഫ്ഗാൻ, ഇത് മൂന്നും പുതിയതായിട്ട് വരുന്ന 4 പുതിയതായിട്ട് വരുന്ന ഉടലെടുത്ത രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയാം. മൂന്നാമത്തെ കാറ്റഗറി നോക്കുമ്പോൾ മൈസൂർ രാജാവ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മൈസൂർ രാജ്യവും രജപുട്സും, നോർത്തിലുള്ള രജപുട്സും, കേരള മലബാറിലുള്ള കേരള, ഇത് മൂന്നുമാണ് മൂന്നാമത്തെ കാറ്റഗറി ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായ സ്റ്റേറ്റുകളായിട്ട് വരുന്നത്. ഇനി മൈസൂർ എങ്ങനെയാണ് വലുതായത് നോക്കാം. മൈസൂരില് മൈസൂർ കിങ്ഡം എവിടെയെന്ന് വെച്ചാല് സൗത്ത് ഓഫ് ഹൈദരാബാദ്,
മൈസൂർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ കർണാടക എന്ന് പറയില്ലേ, ആ ഭാഗം, മൈസൂർ കർണാടക, ആ ഭാഗം സൗത്ത് ഓഫ് ഹൈദരാബാദിന്റെ താഴെയാണ്. അപ്പൊ ഈ മൈസൂറിനെ ഒരു വിജയനഗർ, അന്നത്തെ കാലത്ത് അതിനെ വിജയനഗർ എംപയർ എന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊരു ഓട്ടോണമസ് സ്റ്റേറ്റ് ആയിരുന്നു വടയാർ ഡൈനാസ്റ്റി. അത് മൈസൂറിന് അത് വൈസ് റോയൽറ്റി ആയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിന്റെ പിന്നാലെ അതിനെ പിടിച്ചെടുക്കാനായിട്ട് ഹൈദരാലിയും ടിപ്പു സുൽത്താൻ കൂടുതലായിട്ട് മൈസൂറിനെ അവരുടെ പവറിൽ, മിലിറ്ററി പവറിൽ കൊണ്ടുവന്ന ശേഷം ടിപ്പു സുൽത്താൻ കുറച്ചുകൂടെ ഹീറോയിക് ആയിട്ട് അതിനെ ബ്രിട്ടീഷുകാരോട് എതിർത്തതാണ് ടിപ്പു സുൽത്താന്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെ ടിപ്പു സുൽത്താൻ എതിർത്ത് അവരുടെ പവറിലേക്ക് വരികയാണ്. ഹൈദരാലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹൈദരാലി ആണ് ഏറ്റവും കൂടുതൽ, ടിപ്പു സുൽത്താന്റെ ഫാദർ ഹൈദരാലി ആണ് വിജയനഗർ എംപയർ ആയ വടയാർ ഡൈനാസ്റ്റി ആയിട്ട് ഫൈറ്റ് ചെയ്യാനും, അങ്ങനെ വലിയ രാജകുടുംബം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ഇംഗ്ലീഷ് ആൾക്കാരോട് അവരെ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഇവരിങ്ങനെ മിലിറ്ററി പവർ കൊണ്ട് അവർ വലുതായി ഭയങ്കര ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിലാണ് ഈ രാജ്യത്തിനെ എതിർക്കാൻ, ഇംഗ്ലീഷുകാരോട് എതിർക്കാൻ, കമ്പനിയോട് എതിർക്കാൻ ധൈര്യമുള്ള ആളായിരുന്നു ഹൈദരാലി. അയാളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷ് ട്രൂപ്പിനെ 5 മൈലോളം മദ്രാസ് പ്രസിഡൻസിയിൽ ഓടിക്കുകയും, അതായത് ഹൈദരാലിക്ക് ബ്രിട്ടീഷ് കമ്പനീനെ ഒരു തകർക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ട്രീറ്റി 1769 സൈൻ ചെയ്യുന്നു. അപ്പൊ അത്രത്തോളം ധൈര്യമുണ്ട്, അത്രത്തോളം സാമർത്ഥ്യമുണ്ട്. ഇനി മാറൊക്കെ വലുതായി വരുമ്പോഴത്തേക്കും ഇവരെന്താ ചെയ്യിച്ചാല് ഉപയോഗിക്കുന്ന ആംസ് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഫയർ വർക്ക്സ് ഒക്കെ വളരെ പവർഫുൾ ആയിരുന്നു. ലോക്കലായിട്ട് ഉപയോഗിച്ചിരുന്നവരും ഹണ്ടർ ഗ്യാദറേഴ്സ് ആണ്. ഈ മിലിറ്ററി സ്കിൽസ്, ഹണ്ടർ ഗ്യാദർ എന്ന് പറയുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ധൈര്യം ഉണ്ടാവും. അങ്ങനെ അവര് വിജയനഗർ കിങ്ഡത്തിന്റെ മിലിറ്ററി ഹെഡ് ആയിരുന്നു. പിന്നെ ഇവരുടെ ഇതിൽ രണ്ടുപേരിലും കൂടുതലായിട്ട് വരുന്നത് റവന്യൂ കൺട്രോള് വളരെ കറക്റ്റായിട്ട് റവന്യൂ കൺട്രോൾ പിടിച്ചിരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രീസ്റ്റ്, അമ്പലങ്ങളിലുള്ള തന്ത്രിമാർ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത് വെച്ചാൽ, ഈ ലോക്കലുള്ള അമ്പലങ്ങൾ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പരിസരം, നമുക്ക് ഇപ്പോഴത്തെ പറയാം, അന്നത്തെ കാലത്ത് എല്ലാവരും മീറ്റിംഗ് പ്ലേസ് അമ്പലങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇന്ററാക്ഷൻ അവിടെ കൊടുക്കുന്നതുകൊണ്ടും അവർക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇനി 18ാം നൂറ്റാണ്ടിൽ ഈ ചിറയ വോഡയാറിന്റെ കൺട്രോളിൽ നിൽക്കുന്ന മൈസൂറിനെ പിടിച്ചെടുക്കുകയും അതിനെ മിലിറ്ററൈസേഷൻ ചെയ്ത് ഇൻക്രീസ് ചെയ്ത് റവന്യൂവിനെ കൂടുതലായിട്ട് കളക്ഷൻ ഉണ്ടാക്കുകയും കളക്ഷനിൽ നിന്ന് റവന്യൂ അവർക്ക് ലാൻഡ്, അതായത് സോൾജേഴ്സ് ആയിട്ടുള്ളവർക്ക് ലാൻഡ് കളക്ഷൻ അല്ലെങ്കിൽ ടാക്സിലെ എക്സംഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് ബെനിഫിറ്റ് ആണ്. ഇനി ഹൈദരാലിന്റെ ടാക്ടിക്സ് എന്താന്ന് വെച്ചാല്, പുള്ളി വളരെ അംബീഷ്യസ് ആണ്. ടാക്സ് കളക്ഷൻ ചെയ്യുന്നതിലും എല്ലാത്തിലും ഒരു ടാക്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അങ്ങേരെ എന്താ പറയാ, ചീഫായിട്ടുള്ളവർക്ക് അവർക്ക് ഒരു ചീഫിനും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ റെസിസ്റ്റ് ചെയ്യുന്നു. ആരെങ്കിലും ടാക്സ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അവരെ ആ സ്ഥലത്ത് നിന്ന് ടാക്സ് കൊടുക്കാത്ത ചീഫിനെ മാറ്റുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചീഫിന്റെ ആക്ടിവിറ്റീസിനെ ഒരു ചെക്ക് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് ആണ് ഹൈദരാലി ഉപയോഗിച്ചിരുന്നത്. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ സബ്ജുഗേറ്റ് ചെയ്യാണ്, എല്ലാരെയും കൺട്രോളിൽ വെക്കുകയാണ്. അവരെ ഒരു ലാൻഡിൽ നിന്ന് മാറ്റിയ ശേഷം ഇൻഡിവിജ്വലായിട്ട് അവരുടേതായ ഗവൺമെന്റ് റൂൾസിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇൻസിസ്റ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാല്, നിങ്ങളുടെ സാലറിയിൽ നിന്ന് അവരുടെ ട്രൂപ്പിന് ആവശ്യമുള്ള ധനം ഉണ്ടാക്കുക, അത് അവർക്ക് കൊടുക്കുകയും വേണം. അതിന്റെ വാറിന്റെ എന്തെങ്കിലും യുദ്ധം വന്നാൽ അതിന്റെ ചെലവ് നിങ്ങൾ നോക്കണം. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ്സ്, ടിപ്പു സുൽത്താന്റെ മെത്തേഡ്സ് കൊണ്ടുവരുമ്പോൾ ടിപ്പുവിന്റെ ആർമീനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു.
ആ കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ ലോക്കലായിട്ട് ചീഫുമാർക്കൊന്നും പെട്ടെന്ന് അതുങ്ങളുടെ എന്താണ് എതിർക്കാനോ പറ്റാത്ത ഒരു ടിപ്പു സുൽത്താൻ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു രാജാവാണ്, മിലിറ്ററി ഹെഡാണ്. അപ്പൊ കൺട്രോൾ ചെയ്യാനും അറിയാം. അവനവന്റെ താഴെയുള്ളവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ആ സ്ട്രാറ്റജി അറിയാവുന്ന ഒരു രാജാവാണ് ടിപ്പു സുൽത്താൻ. ഇനി പുള്ളി അടുത്ത സ്റ്റെപ്പായിട്ട് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അഭിപ്രായം, ഡിസപ്ലിൻ, ആർമിയുടെ ഡിസപ്ലിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആ ആർമിയുടെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ഒരു ആർമിയിൽ ഡിസപ്ലിൻ ഇല്ലെങ്കിൽ അത് ആർമി സക്സസ്ഫുൾ ആവില്ല. അപ്പൊ അതിന് എന്താ ചെയ്ത വെച്ചാല് ഫ്രഞ്ച് സോൾജേഴ്സിനെ റിക്രൂട്ട് ചെയ്തു. എന്നിട്ട് അവരെ കൊണ്ട് ഇവിടെയുള്ള ലോക്കൽ ആർമിക്കാരെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ ഇൻ സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രഞ്ച് ആൾക്കാരെ എങ്ങനെയാണോ അവരുടെ ആർമിയിൽ ചെയ്തിരുന്നത് അതേമാതിരി ഇന്ത്യയിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ട്രെയിനിങ് കൊടുത്തു വരുമ്പോൾ ഹൈദരാലിയുടെ സമയത്തും ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ സിസ്റ്റം, അതായത് ട്രെയിനിങ് ഫോറിൻ റൂളേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ഉള്ള ആൾക്കാർ നമ്മുടെ ആർമീനെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒപ്പത്തിനൊപ്പം എത്തിപ്പെടാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത്. ഇൻഫൻട്രി ആയാലും ശരി, കാലാൾപ്പടയായാലും ശരി, ആർട്ടറി ആയാലും ശരി, എല്ലാത്തിലും അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ആ ട്രെയിനിങ് മുഖാന്തരം ഒരു ഡിസപ്ലിൻ, ആർമിയിൽ ഒരു ഡിസപ്ലിൻ കൊണ്ടുവരും. ആർമി ഡിസപ്ലിൻ ആയാൽ മാത്രമേ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആർമി സക്സസ്ഫുൾ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഇത് കൂടാണ്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ കാനൻസോ അല്ലെങ്കിൽ ഫയർ ആംസോ ഒന്നും അത്രയും പരിചയപ്പെട്ടിട്ടില്ല. ഇത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ട് അവിടെ യൂറോപ്പിൽ ഉണ്ടായതാണ്. അതിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെ ഇവിടെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുമ്പോൾ അവരുടെ ആർമി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഓരോ മെത്തേഡ്സ് അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് അവർക്ക് എന്ത് പറ്റും, ആ യൂറോപ്യൻ ആർമിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും, മനസ്സിന്റെ ധൈര്യം കിട്ടും, ശാരീരിക ധൈര്യം കിട്ടും. അത് എക്സസൈസ് ചെയ്യണം, ഡിസിപ്ലിൻ ആർമിയിൽ ഡെയിലി എക്സസൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ടഫായിട്ടുള്ള എക്സസൈസും ആർമിയുടെ ഡിസിപ്ലിനും കൂടി ആകുമ്പോഴത്തേക്കും മനോധൈര്യം വിട്ടുപോയാൽ ഒരു സോൾജർ ഫെയിലിയർ ആയി പോകും. ഒരു സോൾജർ ഫെയിലിയർ ആയാൽ അത് കണ്ടേജിയസ് മാതിരി അടുത്ത ആളുടെ മനോധർമ്മം പോകും. അപ്പൊ അങ്ങനെ മനോധർമ്മത്തിനെ വിടാണ്ട് ശാരീരിക ട്രെയിനിങ്ങും കൊടുത്ത് മാനസിക ട്രെയിനിങ് കൊടുത്ത് ആയുധങ്ങളും കോപ്പുകളും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് അവരെ പ്രബലരാക്കി മാറ്റി. ഇനി അഡ്മിനിസ്ട്രേഷനിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവര് അഡ്മിനിസ്ട്രേഷനിലെ 18 ഡിപ്പാർട്ട്മെന്റ്, മിലിറ്ററി ടിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാം മാറ്റി. പഴയ വോഡയാറിന്റെ സിസ്റ്റം തന്നെ കൊണ്ടുവന്നിരുന്നു. ഇവിടെ ടിപ്പു സുൽത്താനും ഹൈദരാലിയും പഴയ രാജാക്കന്മാരുടെ വോഡയാറിന്റെ തന്നെ ചെയ്തിരുന്നു എങ്കിൽ കൂടെയും കുറച്ചൊരു ചെറിയ വ്യത്യാസങ്ങളാണ് അവര് കൊണ്ടുവരുന്നത്. വലിയ ഓഫീസേഴ്സ്, ഏറ്റവും വലിയ ഓഫീസേഴ്സിനെ ഏതെങ്കിലും കാരണവശാൽ അവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ അവരെ മാറ്റും. അപ്പൊ അങ്ങനെ പണിഷ്മെന്റും അവർ കൊടുത്തിരുന്നു. ഇനി ഫൈനാൻഷ്യൽ ആയിട്ട് നോക്കുമ്പോൾ അവർ വളരെ പൊളിറ്റിക്കലി എല്ലാ ഫൈനാൻസ്, റവന്യൂ ലാൻഡ് ഒക്കെ പല വിധത്തിൽ ഡിക്ലെയർ ചെയ്ത് റവന്യൂ കളക്ഷൻസ് എടുത്തിരുന്നു. ആ മോഡ് ഓഫ് അസസ്മെന്റ് ഒരു ലാൻഡിന്റെ മാതിരി ആയിരിക്കില്ല അടുത്ത ലാൻഡിലുള്ള കളക്ഷൻ. അപ്പൊ കളക്ഷൻ ഓരോ ലാൻഡിൽ നിന്ന് വ്യത്യാസമുള്ളതനുസരിച്ചിട്ട് ടാക്സ് കളക്ഷൻ അതിൽ വ്യത്യാസം വരും. ആ ലാൻഡ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ടാക്സ് കൊടുക്കേണ്ടത്. കർഷകർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അടയ്ക്കേണ്ടത്. അതേമാതിരി തന്നെ റെന്റ്, വാട്ടർ ലെവലിലും വാട്ടർ ലാൻഡിൽ എങ്ങനെ ടാക്സ് അടയ്ക്കണം, ഷെയർ എത്ര അടയ്ക്കണം, ഇതിനൊക്കെ ഒരു ഡ്രൈ ലാൻഡിലുള്ളവർ എത്ര അടയ്ക്കണം, എല്ലാത്തിനും ഒരു വളരെ കൃത്യത കൊണ്ടുവന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് പോയി. സ്ട്രോങ് സിസ്റ്റമാണ് അവര്. ഇതിനെയൊക്കെ നോക്കാൻ ഒരാൾക്കാർ അമിൽദാർ എന്ന് പറയും, അവർ റവന്യൂ സിസ്റ്റം നോക്കണം. അസബഡിയാർ എന്ന് പറയുന്നത് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ, വഴക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കണം.
ഇന്റർമീഡിയറ്ററീസ് ആരെങ്കിലും ഇതിന്റെ നടുവിൽ നിന്ന് രാജ്യത്തിനെയോ കർഷകനെയോ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം. ടിപ്പു സുൽത്താൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിച്ചിരുന്നു. ആൾക്കാരെ, നമ്മളുടെ ഗവൺമെന്റ് ഓഫീഷ്യൽസിനെയും കൺട്രോൾ ചെയ്തു, കർഷകരെയും കൺട്രോൾ ചെയ്തിരുന്നു. ജാഗീർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ജാഗിദാരി എന്ന് പറഞ്ഞ ലാൻഡ് കളക്ഷൻ മേടിക്കുന്നവരാണ് ജാഗിദാർ. അപ്പൊ അവരും അതിൻ്റെതായ ജാഗിർദാർ സിസ്റ്റം അനുസരിച്ച് കറക്റ്റായിട്ട് ലാൻഡ്, ഫ്രീ ലാൻഡ് കിട്ടിയിരുന്നാൽ കൂടെയും അവർക്കും അവരുടെ ടാക്സ് കളക്ട് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഷെയർഡ് വരുമ്പോൾ കമ്മ്യൂണിറ്റിക്ക് ഒരു സുഖം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി റവന്യൂ, ട്രേഡ് എന്ന് പറഞ്ഞ റവന്യൂവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോർട്ട്ഫോളിയോ അനുസരിച്ചിട്ട് കസ്റ്റം ഡ്യൂട്ടീസ്, ട്രഡീഷണൽ ഡ്യൂട്ടീസ് ഒക്കെ എടുത്തെടുത്ത് വരിക. അത് തന്നെ ട്രേഡിംഗ് സെന്റേഴ്സിനും വളരെ ക്ലിപ്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് എടുത്തുകൊണ്ടിരുന്നു. ട്രേഡിൽ നിന്ന് വരുന്ന വരുമാനം, ബിസിനസ്സിൽ നിന്ന് വരുമാനവും കളക്ഷൻ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം? 35% പ്രൈവറ്റ് ട്രേഡ് അലൗ ചെയ്തിരുന്നു. പക്ഷെ അതിനും ഒരു ടാക്സ് ഗവൺമെന്റിന് കൊടുക്കണം. റെഗുലർ ആയിട്ട് ഇൻസ്പെക്ഷൻ കൊടുത്ത് അവര് സ്ട്രിക്റ്റ് ആയിട്ട് കറൻസി കൺട്രോൾ ചെയ്തിരുന്നു. 85-ൽ ഒരു പോർട്ട് ഉണ്ടാക്കി നാട്ടിൽ. ഇവിടെ ആ നാടിൽ പോർട്ട് ഉണ്ടാക്കുകയും ആ പോർട്ട് വഴി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ പോവാനും എന്തൊക്കെയാണ് പോയിരുന്നത് വെച്ചാൽ അതിനെയും ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു, കൺട്രോൾ ഉണ്ടായിരുന്നു. ഇനി ഹൈദരാബാദ് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയാൽ കൂടെയും അതിൻ്റെയും കൺട്രോള് വളരെ മുഗൾ സിസ്റ്റമായി തന്നെ കൊണ്ടുവരുന്നെങ്കിലും മുഗൾ മറാത്ത കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയകളിൽ സ്പെഷ്യലായിട്ട് ഓർഡർ വെച്ച് മുഗൾ എംപയറിനെ വെച്ചുകൊണ്ടിരുന്നു. ഈ ഡിക്ലൈൻ കാരണങ്ങൾ, ഇതിൻ്റെതായ ഒരു സിസ്റ്റം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ കൊണ്ടുവരുമ്പോഴാണ് ഈ സുബേദാർ സിസ്റ്റം കൊണ്ടുവന്നതും ഹൈദരാബാദിൽ കൊണ്ടുവന്നതും. ഓക്കെ, നിസാമിന്റെ 1713 മിലിറ്ററി വിക്ടറി കൊണ്ടുവരുന്നുണ്ട്. 1724. പക്ഷെ എഫക്റ്റീവ് ആയിട്ട് സിസ്റ്റം കൊണ്ടുവരുന്നത് അവിടെ മുഗൾ കോർട്ടിൽ താമസിച്ച് അവിടെ താമസിക്കുകയും അവിടുത്തെ ട്രീറ്റീസ് കാണുകയും അത് കഴിഞ്ഞിട്ട് ആ മൻസംദാരി സിസ്റ്റമും ടൈറ്റിൽ കൊടുക്കുക, എത്രത്തോളം മുഗൾ അതോറിറ്റിക്ക് റെഡ്യൂസ് ചെയ്യണം, ഏതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഖുത്ബ എന്ന് പറഞ്ഞാൽ വായിക്കാണ്. രാജാവിനെ പറ്റി രാജാവിനെ ഖുത്ബ വായിക്കുക, റീഡിംഗ് ആണ്. അങ്ങനെ ഒരു നിസാമിന്റെയും കൺട്രോൾ കൊണ്ടുവന്നിരുന്നു. മൈസൂറും സെറ്റിലാക്കി കൊണ്ടുവന്ന് അവർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാറ്റേൺ ഹൈദരാബാദിൽ എമർജ് ചെയ്യാണ്. വാർഫെയറിലും ആർമിയിലും പോളിസി ജാഗീദാരി ഹോൾഡിങ്സ് ഉള്ളതനുസരിച്ച് തന്നെ അവിടെയും കൊണ്ടുവന്നു. ടൈറ്റിൽ കൊടുത്തു, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കൊടുത്തു, എംപ്ലോയ്മെന്റ് കൊടുത്തു. ചീഫ് ആയിട്ടുള്ളവർക്ക് ഹൈദരാബാദിന് അവിടെ തന്നെ താമസിക്കാനും സമ്മതിച്ചു. ഹൈദരാബാദ് ആർമിയിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് അലവൻസസ് നോബിൾസ് അവരുടെ ട്രഷറിയിൽ നിന്ന് കൊണ്ടുവന്ന് വേണം കൊടുക്കാനുണ്ട്. അപ്പൊ സ്ലോലി സിസ്റ്റം ഡിവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽ നോക്കിയാലും ഹൈദരാബാദിലും ഇതേമാതിരി തന്നെ സെമിന്ദാസ് ലാൻഡ് അസസ്മെന്റ് ചെയ്ത് പെഷ് ബുക്ക് എന്ന് പറയും, ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഹെഡ്, അങ്ങനെയാണ് അവർ കൊണ്ടുവന്നിരുന്നത്. ജാഗിദാർ സിസ്റ്റം ഇവിടെയും ഇതേ തന്നെ വരുന്നു. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർ അസസ്മെന്റ് കൊണ്ടുവരുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് വരും. പേട്രണേജ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടുന്ന രാജാവിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ട് മിലിറ്ററി ഹെഡിൽ കൊണ്ടുവരുന്നു. ഇനി വക്കീലന്മാരുണ്ടായിരുന്നു. ഈ വക്കീലന്മാരാണ് ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ പീപ്പിൾ. അപ്പൊ ഇവരെയാണ് കൊണ്ടുവന്ന് വക്കീലന്മാര് ബേസിക് ആയിട്ട് അവരുടെ വർക്ക് അവർ പേട്രൻസിനെ പവർഫുൾ ആക്കി കൊണ്ടുവരിക, അവർക്ക് ഓരോ ഇനീഷ്യേറ്റീവ് കൊടുക്കുക. ലോക്കൽ ചീഫിനും ഇതേമാതിരി തന്നെ നിസാമിന്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് വക്കീലന്മാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി ഗ്രൂപ്പില് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ് എല്ലാവർക്കും ഒരേ വിധത്തിൽ വക്കീൽ സൂപ്പർവൈസ് ചെയ്ത് അവരെ അറിയിച്ച അരബ്സിനും അഗർവാൾ ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലുമായാലും നമ്മൾ കൺസോൾട്ടേഷൻ ആണ് കാണുന്നത്. റെക്കോർഡ് കീപ്പേഴ്സ് ഉണ്ട്, ഇത് കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി അറിയിക്കാനും വേണ്ടിയിട്ട് മാത്രം. സിഖിസം വേറൊരു ഐഡന്റിറ്റിയാണ് ഇവിടെ. ഗുരുനാനാക്കിന്റെ സിഖിസം അത് പഞ്ചാബിലാണ് കൊണ്ടുവരുന്നത്. ഖൽസ എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രസ്റ്റഡ് ആണ് ഗ്രൂപ്പ്. അവര് മുഗൾ ആർമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് അവർ വന്നത് വെച്ചാൽ നാദിർ ഷാഹിൻ അബ്ദാലിന്റെ ഒക്കെ കുറവ്, മറാത്തയുടെ കുറവ്,
ആർമിക്ക് കൺട്രോൾ ഇല്ലാത്തൊരു പോക്ക്. ഇനി മിസൈൽസ് അനദർ ചെറിയ ഗ്രൂപ്പാണ് സിക്കില്. അവര് പരസ്പരം ബോണ്ടിങ്ങിനെ പറ്റിയാണ് അവര് പറഞ്ഞുകൊണ്ടുവരുന്നത്. സിഖ് സ്റ്റേറ്റ് രാജാ സിംഗ് രഞ്ജിത് സിംഗിന്റെ കാലഘട്ടത്തിലാണ് അത് വലുതാവുന്നതും വലുതായി വലിയ ഒരു രൂപമായിട്ട് തന്നെ എടുക്കുകയാണ്. പൊളിറ്റിക്കൽ സിക്കിന്റെ പൊളിറ്റിക്സ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ മോറൽ എത്തോസ്, അവരുടെ ഗുരു സിക്കിന്റെ ഗുരു പറയുന്ന തന്നെ അവര് അനുസരിക്കുക. ഇനി ഇത്രയും സിക്കിന്റെ പോളിറ്റി വരുമ്പോൾ അവരുടെ ഗുരു എന്ത് പറയുന്നു അതനുസരിക്കണം, അതനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഒരു സിക്കിന്റെ ഗ്രൂപ്പ് പോളിറ്റിസം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടാണ് പഞ്ചാബ്, അതായത് എത്തനിക് പല വിധത്തിലുള്ള എത്തനിക് റൂൾസ് ഉണ്ടെങ്കിൽ കൂടെയും അവർക്ക് ഒരു റിലീജിയസ് ആയിട്ടുള്ള സിഖ് ഗുരുനാനാക്കിന്റെ ഫോളോവേഴ്സ് അവരുടെ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ട് ബുക്കിന് ഗ്രന്ഥ സാഹിബ് എന്ന് പറഞ്ഞ ഗ്രന്ഥ സാഹിബിനെയാണ് അവര് വർഷിപ്പ് ചെയ്യുന്നതും. അവരുടെ ഒരു ഇന്ററാക്ഷൻ, അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു യൂണിറ്റി, അങ്ങനെയാണ് ഈ റിലീജിയൻ ഒരു സിഖ് റിലീജിയൻ അല്ലെങ്കിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഈ പഞ്ചാബിൽ വന്നത്. നന്ദി, നമസ്കാരം.